ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് 3 പേർ ചേർന്ന് ഒരു യുവാവിനെ ഭരണാധികാരിക്ക് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് പറയുകയാണ്, ഇദ്ദേഹം ഞങ്ങളുടെ ഉപ്പയെ കൊന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അറിഞ്ഞുകൊണ്ടല്ല, അബദ്ധവശാലാണ് സംഭവിച്ചത്. കേസ് വിചാരണക്കെത്തി. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ കൊലപാതകത്തിന് വധശിക്ഷയാണ് അവിടുത്തെ നിയമം. ഖലീഫ ഉമർ പ്രതിയോട് ചോദിച്ചു, അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? കേട്ടപാടെ പ്രതി പറഞ്ഞു, എനിക്കെൻ്റെ വീട്ടുകാരെ കണ്ട് യാത്ര പറയാൻ 3 ദിവസം സമയം നൽകണം. എന്നാൽ പ്രതിക്ക് പോകണമെങ്കിൽ മദീനയിലുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപരിചിതനായ ആ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല. ആ ഒരു സമയത്താണ് പ്രായമായ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. എഴുന്നേറ്റ് നിന്ന മനുഷ്യനെ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടി. അബൂദർ, താങ്കളോ? പ്രതി മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും താങ്കൾ. എനിക്കെല്ലാം അറിയാം, എനിക്ക് സമ്മതമാണ് ജാമ്യം നിൽക്കാൻ. അങ്ങനെ അബൂദറിന്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി. ആദ്യ 2 ദിവസവും 3-ാം ദിവസവും കഴിഞ്ഞു. അവധി കഴിഞ്ഞിട്ടും പ്രതി മടങ്ങി വരാത്തതിനാൽ അബൂദറിന്റെ തൂക്കിലേറ്റൽ തീരുമാനമായി. കഴുമരത്തിലേക്ക് അബൂദറിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കൂടി നിന്നവരുടെ ഹൃദയമിടിപ്പൊക്കെ ഇങ്ങനെ കൂടുകയാണ്. പ്രവാചക ശിഷ്യനെയല്ലേ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നത്? ആ ഒരു സമയത്താണ് പ്രതി ദൂരെ നിന്നും ഓടിക്കിതച്ചു വരുന്നത് അവരൊക്കെ കണ്ടത്. ആ രംഗം കണ്ടിട്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഞെട്ടി. വധശിക്ഷ സ്വീകരിക്കാൻ പോകുന്ന ആ പ്രതി വന്നിരിക്കുന്നു. തിരിച്ചു വന്ന പ്രതിയെ കണ്ടപ്പോൾ ഖലീഫ ഉമർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത്? അദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് സുഖമില്ലായിരുന്നു. വയ്യാത്തതിനാൽ അല്പനേരം അവന്റെ അടുത്ത് ഇരുന്നു. വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് തിരിച്ചു വന്നത്? പ്രതിയുടെ ഉത്തരം കേൾക്കാൻ കൂടി നിന്നവരെല്ലാം കാതു കൂർപ്പിച്ചു നിന്നു. ആ സമയത്ത് അബൂദറിന്റെ മുഖത്തേക്ക് നോക്കി പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്നെ വിശ്വസിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് വഞ്ചിക്കുക? ഞാനത് പഠിച്ചിട്ടില്ല. അബൂദറിനോട് അത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപരിചിതനായ ഒരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു. അദ്ദേഹം മടങ്ങി വരുമെന്ന് താങ്കൾക്കറിയാമായിരുന്നു? മറുപടിയായി അബൂദർ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. അപരിചിതരായ 2 വ്യക്തികളുടെ മാനവികത കണ്ടപ്പോൾ ആ കോടതിയിൽ കൂടി നിന്നവരുടെ കണ്ണ് നിറഞ്ഞു. ശിക്ഷ നടപ്പാക്കുന്നത് കാണാനെത്തിയവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ 3 മക്കളും ഉണ്ടായിരുന്നു. അവര് പ്രതിക്ക് മാപ്പ് നൽകി. അങ്ങനെ അദ്ദേഹം ആ ശിക്ഷയിൽ നിന്നും മോചിതനായി.